ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു വെറൈറ്റിയും കൂടെയാണ്, നല്ല സോഫ്റ്റും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാട്ടോ. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പാൽപ്പത്തിരി. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ അരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ഏലക്ക ഇടിക്കല്ലിലിട്ട് നല്ലപോലെ ചതക്കി എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മധുരം ആവശ്യമില്ലെങ്കിൽ കുറക്കാട്ടോ, പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കാം. പിന്നെ ഞാനിതാ ഒരു മുട്ട കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, ഇത്രയാണ് നമ്മുടെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്. ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം. പിന്നെ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തത് നമ്മൾ ഇതിലേക്ക് മൈദ ഡയറക്റ്റ് ഇടുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിലേക്ക് ഒരു മുട്ട, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക ചേർക്കുന്നതിന് പകരം വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു ബൗളെടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ സാധാരണ ഒരു പോളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കൂലേ, എന്ന പോലെ ഒന്ന് പാനിലൊന്ന് നമുക്ക് ഇതേപോലെ അങ്ങ് ചുട്ടെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ നമുക്ക് വേണം കേട്ടോ, നമുക്കൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്കങ്ങ് ഓരോ തവി മാവങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, ഒത്തിരി കനത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ ബാറ്ററിൽ ഒരല്പം ഫുഡ് കളറോ മഞ്ഞൾപ്പൊടിയോ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത് നമുക്കിതൊന്ന് ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം. ഒരു വശം മാത്രം റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പാൽപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കണമെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ
1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോൾ നമ്മളിതിൽ കാണിക്കുന്നതിനേക്കാട്ടും കൂട്ടിയെടുക്കുക. ഞാനിതിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരക്കപ്പും കൂടെ ഞാൻ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ അങ്ങ് അലിഞ്ഞു വരണം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പാൽപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ കേക്കിൻ്റെ മോൾഡിലാണ്. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാട്ടാ. അത്യാവശ്യം ഹൈറ്റുള്ള മോൾഡ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമ്മൾ ചെയ്തെടുക്കുന്നതിനൊരു ഭംഗി കിട്ടുള്ളൂ. ടേസ്റ്റിൽ ഒട്ടും കുറവുണ്ടാവില്ല. ഞാനിതൊരു ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഹൈറ്റുള്ള ഒരു മോൾഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ബട്ടർ പേപ്പർ ഒന്ന് വെട്ടി കറക്റ്റാക്കി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ ഈ ഒരു പോള ഇതിലേക്ക് വെക്കുക. ഞാൻ ഈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പോളയുടെ കറക്റ്റ് ഷേപ്പ് നമ്മുടെ ഈ ഒരു കേക്ക് മോൾഡിന് കറക്റ്റായിട്ടാട്ടാ. നമുക്കിത് സൈഡിലേക്കൊന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ മോൾഡാണെന്നുണ്ടെങ്കിൽ ചെറിയ പോള റെഡിയാക്കി എടുത്താൽ മതി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയെടുക്കുന്ന രീതിയിലുള്ള പോള റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ മീതക്ക് ഇതേപോലെ ഒരു തവി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലിൻ്റെ മുട്ടയുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതേപോലെ പോള വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മീതക്ക് വീണ്ടും നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എത്രയാണോ പോള കയ്യിലുള്ളത് അത്രയും നമ്മൾ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 എണ്ണം നമ്മൾ ബാലൻസ് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 2 എണ്ണം ഞാനിവിടെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് കവർ ചെയ്ത് ഫുള്ളാക്കി എടുക്കുമ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ പൊന്തി വരും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മളിത് ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഇത് പുറത്തേക്കൊക്കെ ആയി വരും. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓവനിലല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. ഓവനുള്ളവർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാവരുടെ കയ്യിൽ ഓവൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ നമ്മളൊരു ബിരിയാണി പോട്ട് വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ മീതൊക്കെ ഒന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്കൊന്ന് നെയ്യിലൊന്ന് വറുത്ത് ഒരു ഗാർണിഷിനായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഒരല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് കണ്ടില്ലേ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്കിതിൻ്റെ മീതെ ഒന്ന് ഗാർണിഷിനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിതാ നമ്മൾ വറുത്ത് കോരി എടുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കും.
കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരല്പം നെയ്യും കൂടെ വരുമ്പോൾ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലെങ്കിൽ കുറച്ച് നിലക്കടല പീനട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഞാനിതാ ഒരല്പം നെയ്യും കൂടെ ഇതിൻ്റെ മീതെ. അതിനോടൊപ്പം തന്നെ ഇതാ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ഓപ്ഷനിലാണ്. നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് നമുക്കിതങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഇതേപോലത്തെ ഒരു പോട്ടിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്കൊരു റിങ് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതേപോലെ അങ്ങ് വെച്ച് നമുക്കൊന്ന് ഒരു 45 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഓവനിൽ ചെയ്തെടുക്കുന്ന അതേ ടൈമിൽ തന്നെ ഇത് റെഡിയായി വരുള്ളൂ. അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. കയ്യിൽ ഓവനുള്ളവർക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു 45 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. കറക്റ്റ് ഒരു 45 മിനിറ്റാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത ആ ഒരു 2 പോള നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് ഇതുകൊണ്ടാട്ടാ. കണ്ടില്ലേ, നല്ല പോലെ മീതൊക്കെ അങ്ങ് പൊന്തി വന്നോളും. അപ്പോൾ ആരും ഇതേപോലെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. കുറച്ച് സ്പേസ് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കണം. അപ്പം നമ്മളിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇതങ്ങ് മീതൊക്കെ അങ്ങ് പൊന്തി വന്നോളും. അപ്പോൾ നമുക്ക് കാണാനൊരു നല്ലൊരു ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെയാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ നല്ല ചൂടാണ്, തൊടാനേ കഴിയില്ല. കാരണം നമ്മളിത് തണുക്കാതെ നമുക്കിത് എടുക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ടയുടെയും പാലും നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മോൾഡിലങ്ങ് പറ്റിയിരിക്കുന്നുണ്ടാവും. കാരണം നമ്മളിതിൽ എണ്ണ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നല്ല തണുത്തതിന് ശേഷമാണ് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മധുരപ്പാൽപ്പത്തിരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു കിടിലൻ നൈറ്റാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാട്ടാ, ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.